ഹായ് ഫ്രണ്ട്സ്, ജീവിത വിജയത്തിന് മാറ്റം വളരെ അത്യാവശ്യമാണ്. എനിക്ക് വരുന്ന സ്റ്റുഡൻസിൽ ഒരു 90% പേർക്കും ജീവിത വിജയമാണ് അവരുടെ ലക്ഷ്യം. അതൊരു കോമണായ ലക്ഷ്യമാണ് അവരുടെ. പക്ഷേ ആർക്കും മാറുവാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആരും തന്നെ അവരുടെ ജീവിതം ഒന്ന് മാറ്റുവാനോ അവരുടെ ശൈലികളൊന്നും മാറ്റുവാനോ തയ്യാറല്ല. ക്ലാസ് തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ മാഡം നാളെ തൊട്ട് തുടങ്ങാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പിന്നത്തേക്ക് വെച്ച് അവരുടെ ജീവിത വിജയവും പിന്നത്തേക്കായി പോകുന്നു. നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയൊരു സത്യമാണ്, നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ നിങ്ങൾ മാറണം. ആദ്യമേ നിങ്ങളുടെ ചിന്തകൾ മാറണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ് വരെയുള്ളൂ എന്ന് കരുതിക്കോ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ല, നിങ്ങൾക്കൊന്നും പഠിക്കുവാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ താല്പര്യമില്ല, പക്ഷെ നിങ്ങളുടെ ആഗ്രഹം ഒരു കളക്ടർ ആവണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും? അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതെന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും വളരെ മുകളിലുള്ളതായിരിക്കും, അല്ലെ? ആരെങ്കിലും ആഗ്രഹിക്കുമോ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും താഴേക്കൊരു ജീവിതം? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മുകളിലേക്കുള്ളൊരു ജീവിതം നോക്കുമ്പോൾ നമ്മളുടെ ജീവിതചര്യകൾ, നമ്മളുടെ സ്റ്റാൻഡേർഡ് അതും ഈ ആഗ്രഹത്തെ പോലെ തന്നെ ഉയർത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വേണം, നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം, നിങ്ങൾ ഡയറ്റ് എടുക്കാൻ തയ്യാറല്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറല്ല, നിങ്ങൾ യോഗ ചെയ്യാനോ മെഡിറ്റേഷൻ ചെയ്യാനോ ഒന്നിനും തയ്യാറല്ല. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഡബിൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ആഹാരചര്യയിൽ നിന്നും അത് കൂടുതലായിട്ട്. സാധാരണ നമ്മൾ വണ്ണം വെക്കുന്നത് എപ്പോഴാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൂടുതൽ. നിങ്ങൾ നിങ്ങളുടെ കൗച്ചിലിരുന്ന് സ്നാക്സ് കഴിച്ചുകൊണ്ടോ പോപ്കോൺസ് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങളുടെ വണ്ണം കുറയണം എന്ന് വിചാരിച്ചാൽ അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു വലിയ ആഗ്രഹത്തിലേക്ക് എത്താൻ നിങ്ങളും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ വലിയൊരു ലെവലിൽ എത്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ചിന്തകളെ വളരെ വലിയ, അതായത് ഒരു ഹയർ വൈബ്രേഷനിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വിജയം വരുന്നത്. നമ്മളുടെ ഇന്നർ സെൽഫിനെയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മളുടെ പുറമേയുള്ള രൂപത്തിന്റെ മുന്നേ നമ്മളുടെ മനസ്സിനെയാണ് നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയോട് ഇരുന്നു കൊണ്ട് വളരെ സന്തോഷകരമായ, വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫിനെ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ തന്നെ. അപ്പോൾ നിങ്ങളുടെ ജീവിത വിജയത്തിന് നിങ്ങളുടെ മാറ്റം അത്യാവശ്യമാണ്, നിങ്ങളുടെ ചിന്തകളുടെ മാറ്റം അത്യാവശ്യമാണ്, നിങ്ങളുടെ മനസ്സിന്റെ മാറ്റം അത്യാവശ്യമാണ്. ഉള്ളിലെ മാറ്റം വരുമ്പോൾ അത് പുറമേ പ്രകടിപ്പിക്കും. അതായത് നമ്മളുടെ പുറമേയും അത് സ്പ്രെഡ് ആകുക. നമ്മളുടെ ഉള്ളിലെ ചിന്തകൾ മാറ്റുമ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറുന്നു, നമുക്ക് ചുറ്റും വരുന്ന ആളുകൾ മാറുന്നു, നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളിലും മാറ്റങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ നമ്മളുടെ ലൈഫ് തന്നെ മാറുന്നു. നമ്മൾക്ക് ഒരു സക്സസ് വരുമ്പോൾ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. നമ്മളുടെ ഈ ഒരു ജീവിത രീതിയും വെച്ചിട്ട് നമ്മളുടെ വലിയൊരു ആഗ്രഹത്തെ നിങ്ങൾ നേടിയെടുക്കുമ്പോൾ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ദിനം പ്രതി ഉയർത്തുക, നിങ്ങളുടെ വൈബ്രേഷൻസിനെ ഉയർത്തുക, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സിനെ ഉയർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു ഗോളിലേക്ക് എത്തുവാനുള്ള ഓരോ ചെറിയ ഗോളുകൾ അല്ലെങ്കിൽ ഓരോ ചവിട്ടുപടികൾ ഓരോന്നായി നിങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ പവേഴ്സിനെ നിങ്ങൾ ഉണർത്തുക.
നിങ്ങൾ രേണു മണ്ടേലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ട് ട്രെയിനിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ, ഒരു ഒരു ഭിക്ഷക്കാരിയായ ഒരു സ്ത്രീ. അവരെ കൊണ്ടുവന്നിട്ട് ബോളിവുഡിലെ ഭയങ്കര കുറച്ച് പാട്ടുകളൊക്കെ പാടിപ്പിച്ചു. അവർക്ക് നല്ലൊരു ലക്ഷറി ലൈഫ് കിട്ടി. പക്ഷേ അവർ തിരിച്ച് വീണ്ടും അവരുടെ പഴയ സ്റ്റേജിലെത്തി. എന്തുകൊണ്ട്? അവർക്ക് വന്ന മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് ആ ഒരു മാറ്റത്തിനോടനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണോ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ആ ഒരു ജീവിതം അക്സെപ്റ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ പറയുന്നത് ആക്ട് ആസ് ഇഫ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ അതുമായി പൊരുത്തപ്പെട്ടു പോകും എന്നുള്ളതാണ്. നിങ്ങൾ അത് ഇപ്പോഴേ ചിന്തിച്ച് നിങ്ങൾ അതായി തീരുന്നു എന്ന് ചിന്തിച്ച് ജീവിക്കുവാൻ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. കുറെ ആളുകൾ ചോദിക്കും, മാഡം ഇതിന് പ്രൂഫ് ഉണ്ടോ? എന്തിനാണ് പ്രൂഫ് വേണ്ടത്? നിങ്ങൾ ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൂഫോട് വിശ്വസിച്ചിട്ടുള്ളത്? പ്രൂഫ് ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോരുത്തർക്കും വ്യക്തിപരമായ പല വിശ്വാസങ്ങൾ കാണും. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ മുറുകെ പിടിക്കും എന്ന് പറയും. വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. നിങ്ങൾ വളരെയധികം ഒരു സമ്പന്നനായിട്ട് ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ഒരു സമ്പന്നനാണെന്ന് വിശ്വസിക്കുന്നുവോ, ആ ഒരു സമ്പന്നതയിലേക്ക് നിങ്ങളുടെ ജീവിതം ഉറപ്പായും എത്തിയിരിക്കും. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തിയാൽ നിങ്ങൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും? നിങ്ങളെ എങ്ങനെ ആ സമ്പത്തിനെ അക്സെപ്റ്റ് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ഈ ലോട്ടറി അടിക്കുന്ന മിക്കവാറും എല്ലാവരും ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് അവരുടെ പഴയ സ്റ്റേജിലേക്ക് പോകുന്നത്? കാരണം പെട്ടെന്ന് വലിയൊരു ഭാഗ്യമാണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ ഒരു ഭാഗ്യത്തെ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നില്ല. അവരതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നോ, അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നോ, പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് എപ്പോ വേണേലും നിങ്ങളുടെ ആഗ്രഹം നടക്കപ്പെടും. അപ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാണ്ടിരുന്നാൽ പിന്നെ ആ വിജയത്തിനകത്ത് അർത്ഥമുണ്ടോ? അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ എന്താഗ്രഹമായിരുന്നാലും ആ ആഗ്രഹത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അതേസമയം ആ ഒരു ജീവിതത്തിലേക്ക് എത്തുവാൻ വേണ്ടുന്ന ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ മാറ്റത്തിന്റെ അനിവാര്യത അല്ലെങ്കിൽ അത്യാവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയത്തിനെ നിങ്ങൾക്ക് എന്നേക്കുമായി നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണ്, അല്ലെങ്കിൽ ചേഞ്ച് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ, അതായത് വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഏതൊരു മേഖലയിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് വിജയിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു. ബൈ.